നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അടുത്തെത്തുമ്പോൾ അതിൻ്റെ അപകടഭീതി നമ്മെ വേട്ടയാടും. ഇതുവരെ നമ്മൾ മലയാളികൾക്ക് ദൂരെ എവിടെയോ സംഭവിക്കുന്ന ഒരു യുദ്ധമായിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം. തൊട്ടുപിന്നാലെ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതും നമ്മൾ ആകാംക്ഷയോടെ കേട്ടിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം പൊടുന്നനെ ഗൾഫ് മേഖലയിലുള്ള മലയാളികൾ കേരളത്തിലേക്ക് തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. ഖത്തറിൻ്റെ ആകാശത്ത് ഒന്നൊന്നായി മിസൈലുകൾ എത്തുന്നു, തുടർ സ്ഫോടനങ്ങൾ. ഈ ആകാശയുദ്ധം പലരും നിരത്തുകളിലിറങ്ങി മൊബൈൽ ഫോണുകളിൽ പകർത്തിക്കൊണ്ടിരുന്നു. ചിലർ ലൈവായി അത് ഫേസ്ബുക്കിലടക്കം കാട്ടി. വാട്സാപ്പ് കോളുകളിലൂടെ ചിലർ നാട്ടിലുള്ളവരെ ഈ സ്ഫോടനങ്ങളും മിസൈൽ ആക്രമണങ്ങളുമൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. യുദ്ധം തലയ്ക്ക് മുകളിലെത്തി എന്നവർ മനസ്സിലാക്കിയ നിമിഷങ്ങൾ. ഇതോടെ മലയാളികൾ പരിഭ്രമത്തിലായി. തങ്ങളുടെ ഭർത്താവ്, കുട്ടികൾ, ഉറ്റ ബന്ധുക്കൾ യുദ്ധമുഖത്താണ് എന്ന തോന്നൽ. കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ഫോൺ കോളുകൾ. യുഎസിൻ്റെ അൽ-ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെക്കുറിച്ചുള്ള വാർത്തകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ലോകത്തിൽ പരന്നു. ഖത്തറിന് നേർക്കുള്ള ഇറാൻ ആക്രമണം. എന്നാൽ ഖത്തറിന് നേർക്കല്ല, ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയാണ് തങ്ങൾ ആക്രമണം തൊടുക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കി. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് ഇറാൻ 7 മിസൈലുകൾ വ്യോമതാവളത്തിന് നേരെ തൊടുത്തുവിട്ടത്. കടലിന് മുകളിൽ വെച്ച് തന്നെ ഈ മിസൈലുകളൊക്കെ വെടിവെച്ചിട്ടു. തൊട്ടുപിന്നാലെ 12 മിസൈലുകൾ. ഇതും വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടു. 12 മിസൈലുകളിൽ 11 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ വെടിവെച്ചിട്ടു. ഒരു മിസൈൽ മാത്രമാണ് അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ പതിച്ചത്. ആക്രമണത്തിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ സായുധ സേനകൾ സജീവമായി ഇടപെട്ടുവെന്നും വ്യോമാതിർത്തിയും സാമ്പത്തിക മേഖലകളും ഉൾപ്പെടെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും ഖത്തർ തുടർന്ന് വ്യക്തമാക്കി. പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നൊന്നായി തങ്ങളുടെ വ്യോമപാതകൾ കൊട്ടിയടയ്ക്കുന്നു. ഖത്തർ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ വ്യോമമേഖല അടച്ചതായി അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 2:45 മാത്രമാണ് വ്യോമപാത തുറന്നതായി CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഖത്തർ അറിയിച്ചത്. ഖത്തറിന് പുറമെ കുവൈറ്റും ബഹ്റിനും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിട്ടു. ദുബായ് വിമാനത്താവളത്തിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ താറുമാറായി. ബഹ്റിൻ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ നിശ്ചലമായി. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാന്റെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ തിരിച്ചടി വളരെ ദുർബലമായിരുന്നുവെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതിന് ഇറാൻ വളരെ ദുർബലമായാണ് പ്രതികരിച്ചത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആക്രമണത്തിൽ ഒരു അമേരിക്കക്കാരനും പരിക്കേറ്റില്ല, യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ 14 മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അവയിൽ 13 വെടിവെച്ചിട്ടു. ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് ഇറാൻ നേരത്തെ തന്നെ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയതോടെ ഇറാന്റെ വെറും ആക്രമണ നാടകമായിരുന്നു അവിടെ നടന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇനി ഇറാന് സമാധാനത്തിലേക്ക് നീങ്ങാമെന്നായി ട്രംപിൻ്റെ വാഗ്ദാനം. തുടർന്ന് ട്രംപ് വ്യക്തമാക്കിയത് ലോകം കയ്യടിയോടെ കേട്ട മറ്റൊരു വെളിപ്പെടുത്തൽ. ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് തയ്യാറായി. ഖത്തറിലെ US വ്യോമതാവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ പ്രതികരണമെത്തി. ഇറാൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും ഒരു സാഹചര്യത്തിലും ആരിൽ നിന്നുമുള്ള ആക്രമണവും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി ഖത്തർ ആകാശത്ത് നടന്ന ആകാശയുദ്ധം അക്ഷരാർത്ഥത്തിൽ പ്രവാസി മലയാളികളെ ഭയപ്പെടുത്തി, പ്രത്യേകിച്ച് ഖത്തർ പ്രവാസികളെ. ആക്രമണങ്ങളെ തുടർന്ന് ദോഹയിൽ വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് കേട്ടത്. ഉചിതമായ സമയത്ത് തങ്ങൾ പ്രതികരിക്കുമെന്ന പ്രതികരണമാണ് ഖത്തർ നടത്തിയത്. പ്രാദേശിക സമയം 7:30 ആരംഭിച്ച സ്ഫോടന പരമ്പര ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. കനത്ത സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പാർപ്പിട കേന്ദ്രങ്ങളുടെ വെളിയിലേക്ക് ഇറങ്ങി. പിന്നാലെ ആകാശത്ത് തലങ്ങും വിലങ്ങും പായുന്ന തീഗോളങ്ങളാണ് കാണുന്നത്. ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന മിസൈലുകൾ ആകാശത്ത് കൂട്ടിയിടിക്കുന്നു. ആകാശത്ത് വൻ സ്ഫോടനങ്ങൾ. ഇറാൻ അയച്ച മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന കാഴ്ചയാണ് മലയാളികൾ കണ്ടത്. ഇതിനിടയിൽ ദോഹ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ അവിടെ പൂർണ്ണമായി കുടുങ്ങി. ഇവർക്ക് പുറത്തേക്കിറങ്ങാൻ സാധിച്ചിരുന്നില്ല. വിമാനത്താവളത്തിലെ ലൈറ്റുകൾ പൂർണ്ണമായി അണച്ചു. ഡിസ്പ്ലേ ബോർഡുകൾ നിശ്ചലമായി. വിമാനത്താവളത്തിലെത്തിയവർ പിന്നീട് അറിഞ്ഞത് വ്യോമപാത അടച്ച വിവരമാണ്.
ഇതോടെ മലയാളികൾ ആശങ്കയിലായി. പ്രത്യേകിച്ച് ദോഹ വിമാനത്താവളത്തിൽ കുടുങ്ങിയവർ. എത്ര നേരം സംഘർഷം നീണ്ടു നിൽക്കുമെന്നോ ഇനി യാത്ര എങ്ങനെ തുടങ്ങാനാവുമെന്നോ ഉള്ള ഭയം അവരെ വേട്ടയാടി. വിമാനത്താവളത്തിലെ അറിയിപ്പ് ബോർഡുകൾ ഒക്കെ അണഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ യാതൊരുവിധ മറുപടിയും ആർക്കും ലഭിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. 100 വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. 60 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ വ്യോമതാവളം ദോഹയോട് ചേർന്നാണ്. ദോഹയ്ക്ക് തൊട്ടടുത്ത് ഒരു മരുഭൂമി പ്രദേശത്ത് 1996 ഈ വ്യോമതാവളം US സ്ഥാപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. ഇവയെല്ലാം ഇറാൻ ലക്ഷ്യമിടും എന്ന സൂചനകൾ ഇന്നലെ ശക്തമായിരുന്നു. ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമകേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടത്തിയിട്ടും ഇറാനെ വെറുതെ വിടുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെ തങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന ട്രംപിൻ്റെ പുതിയ പ്രസ്താവന ഏറെ കൗതുകമുണർത്തി. ഒരു ഔദ്യോഗിക വെടിനിർത്തൽ കരാർ ഇതുവരെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, എന്നാൽ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഞങ്ങളും വെടിനിർത്തും എന്ന നിലപാടാണ് ഇറാൻ ഇന്നലെ പുറപ്പെടുവിച്ചത്. യുദ്ധം തുടങ്ങിയത് ഇസ്രയേലാണ്. ആക്രമണം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇസ്രയേലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും പ്രത്യാക്രമണം നിർത്തും എന്ന നിലപാടായിരുന്നു ഇറാൻ ഇന്നലെ പുറപ്പെടുവിച്ചത്. ഇറാനുമായി ഇനിയൊരു യുദ്ധത്തിനില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ മേഖലയിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ കഴിയും എന്ന് ട്രംപ് പറഞ്ഞു. ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ച ഇറാൻ നടപടി അത്യന്തം നാടകീയമാണ്. ഒരു സാഹചര്യത്തിലും ഇറാൻ തങ്ങളുടെ പ്രാദേശിക സമഗ്രത, പരമാധികാരം, ദേശീയ സുരക്ഷ എന്നിവയ്ക്ക് ഉത്തരം നൽകാതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശം ഈ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് നൽകിയെന്നാണ് തുടർന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഉപയോഗിച്ച ബോംബുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ച മിസൈലുകളുടെ എണ്ണമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. ഖത്തറിലെ വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി എന്ന് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നിട്ടും ഒരു പ്രത്യാക്രമണത്തിനോ തിരിച്ചടിക്കോ അമേരിക്ക ശ്രമിക്കാത്തത് എന്തുകൊണ്ട്? അതാണ് ഈ കഥയിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത. ഖത്തറിലെ സൈനിക താവളത്തിൽ മിസൈലുകൾ പ്രയോഗിക്കുന്നതിന് മുൻപ് ഇറാൻ US-ന് നോട്ടീസ് നൽകിയിരുന്നുവെന്ന ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ. അതാണ് ഈ കഥയിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം. US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇറാൻ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ഖത്തർ വ്യക്തമാക്കി. എന്നാൽ വിചിത്രമായ ചില പ്രസ്താവനകളാണ് ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഓപ്പറേഷൻ നമ്മുടെ സൗഹൃദപരവും സഹോദരപരവുമായ രാജ്യമായ ഖത്തറിനോ അവിടുത്തെ ജനത്തിനോ ഒരു ഭീഷണിയുമില്ല എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. ഇറാൻ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് താമസക്കാരുടെയും സന്ദർശകരുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചതായി ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചതായി ഇറാൻ പറഞ്ഞതിനെ തുടർന്നാണ് വ്യോമാതിർത്തി അടച്ചത് എന്ന് റിപ്പോർട്ടുകൾ. ഖമനേയുടെ മത്താപ്പിനെ പരിഹസിക്കുന്ന ട്രംപ്, മറുവശത്ത് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകി എന്നവകാശപ്പെടുന്ന ഇറാൻ. എല്ലാവരും ജയിച്ച് ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള നാടകമാണ് ഇന്നലെ ഖത്തറിൽ നടന്നത് എന്ന് വ്യക്തം. ഇറാനും ഇസ്രയേലും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ വെടിനിർത്തൽ. അതും അമേരിക്കയുടെ നേതൃത്വത്തിൽ ട്രംപ് മുൻകൈയെടുത്ത് നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ. ഇത്തരമൊരു വെടിനിർത്തലിന് വേണ്ടി ഖത്തറും അവരുടേതായ സഹായങ്ങൾ നൽകിയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ടെഹ്റാൻ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ആക്രമണങ്ങളാണ് ഇന്നലെ ഇസ്രയേൽ നടത്തിയത്. ടെഹ്റാനിൽ മാത്രം ഏകദേശം 150ഓളം കേന്ദ്രങ്ങൾ ഇന്നലെ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. ഇറാൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ട്രംപ്, മറുവശത്ത് യാതൊരുവിധ ആളപായവും ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനും നേരിടേണ്ടി വന്നില്ല. സൈനിക താവളത്തിലുണ്ടായിരുന്ന മുഴുവൻ സേനാംഗങ്ങളെയും അവിടെ നിന്ന് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് മാറ്റിയിരുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കി. തുറസായ സ്ഥലത്ത് ഒരു മിസൈൽ പതിച്ചു എന്നതൊഴിച്ചാൽ യാതൊരുവിധ അപകടവും ഈ ആക്രമണത്തിൽ സംഭവിച്ചില്ല. പരിഭ്രമിച്ചതും ഭയന്നോടിയതും നമ്മൾ പ്രവാസി മലയാളികൾ മാത്രം. അതാണ് ഈ കഥയുടെ മറുവശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.